ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് അമൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് SoundQ എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് മൈനറിന് ആൾട്ടർനേറ്റീവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ സൗണ്ട് എഫക്ട്സ് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനേഴ്സ്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സ്, ഇവർക്കൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം വരുന്നത്. ഇത് ഞാൻ ഈ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി കേട്ടത്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് മൈനറിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ലൈബ്രറി, അതായത് അപ്ലോഡ് ചെയ്യുന്ന സെൻസ് നമ്മൾ ഒരു മെറ്റാഡേറ്റ ഉണ്ടാക്കി എടുക്കുകയാണ്, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള ഫയൽസ് വെച്ചിട്ടാണ് സൗണ്ട് മൈനർ ചെയ്യുന്നത്. തന്നെയല്ല അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. കൊമേഴ്ഷ്യലായിട്ട് ഫിലിമിലും ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിനൊരു അൾട്ടർനേറ്റീവ്, നല്ലൊരു അൾട്ടർനേറ്റീവ് തന്നെയാണ് ഈ SoundQ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യം ഇതിൽ നമുക്ക് സൗണ്ട് ലൈബ്രറീസ് നെറ്റ് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നുണ്ടെങ്കിൽ നെറ്റിൽ നിന്നും കൂടെ നമുക്ക് ആ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പ്ലേ ചെയ്ത് നോക്കുന്നതെല്ലാം റിയൽ ടൈം നെറ്റിൽ നിന്നാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹൈ ക്വാളിറ്റി ഫയൽ തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് ആണെന്നാണ്. നമുക്കിതിനകത്ത് കൂടുതലായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻ്റർഫേസ് കാണാം. ഇതാണ് SoundQൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടേതായ ലൈബ്രറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രീ സൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിസൈനേഴ്സിനൊക്കെ അറിയാവുന്നതായിരിക്കും. ചില വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി പരിചയം ഉണ്ടാവും. നമുക്ക് ഇതിൽ നിന്ന് മാത്രം ഈ ഫ്രീ sounds.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. ഫ്രീ ആയിട്ട് നമുക്ക് സൗണ്ട് എഫക്ട്സ് ഒക്കെ ഡൗൺലോഡ് എടുക്കാൻ പറ്റുന്ന സൈറ്റാണ്. ഒരു മീഡിയം ക്വാളിറ്റി ഉണ്ട്. എന്നാലും നമുക്കത് ഫിലിമിലേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് സൗണ്ട്സിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പല എലമെൻറ്റ്സും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും എഫക്ട്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് അത്യാവശ്യം ഉപയോഗിക്കാം. ഇതൊരു 100% ഫിക്സ് അല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ പാച്ചിങ്ങിന് വേണ്ടി ഇതിൽ നിന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. സൗണ്ട് എഫക്ട്സ് റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കളക്ഷൻ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട നെയിമിങ്ങിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് മെറ്റാഡേറ്റ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി എൻ്റെ ഉദ്ദേശം. അത് കറക്റ്റ് ചെയ്തത് നമുക്കിവിടെ നോക്കാൻ പറ്റും. അതിൻ്റെ സാമ്പിൾ റേറ്റ്, ബിറ്റ് റേറ്റ്, ഇതിൻ്റെ ഇപ്പോൾ പാത്ത് ക്ലൗഡാണ് കിടക്കുന്നത്. ഇത് തന്നെ ക്ലൗഡിൻ്റെ സിമ്പിലൂടെ കാണിക്കുന്നത്. നമ്മുടെ ലോക്കൽ ഡ്രൈവിലുള്ളതാണെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ഇവിടെ കാണിക്കും. ഇവർ തന്നെ ഈ SoundQ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ വോർത്താണ്. ഇത് ഗെയിം സൗണ്ട് ഡിസൈനേഴ്സൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എടുക്കാൻ തന്നെ കാര്യം. ഇതിൽ നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. പിന്നെ വോളിയം ഒക്കെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് കാര്യങ്ങളൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് പ്രീമിയറിലേക്കോ റീപ്പറിലേക്കോ അല്ലെങ്കിൽ പ്രോ ടൂൾസിലേക്കോ ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമുക്കിവിടെ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ റൈറ്റ് സൈഡിലേക്കുള്ള സിമ്പിൾ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോ ടൂൾസ് ആണെങ്കിൽ പ്രോ ടൂൾസ് സെലക്ട് ചെയ്യുക. സാമ്പിൾ റേറ്റും ബിറ്റ് റേറ്റും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒറിജിനൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സാമ്പിൾ റേറ്റ്, ബിറ്റ് റേറ്റ്, സാമ്പിൾ റേറ്റും ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്തും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടുന്ന് പ്രോ ടൂൾസ് കൊടുത്തിട്ട് നമ്മളിവിടെ ഈ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സെഷനിലേക്ക് വന്ന് കിടന്നോളും. അതും ഒരു പുതിയ ട്രാക്കായിട്ട് തന്നെ വന്നോളും. എവിടെയും ഓവർലാപ്പ് ഒന്നും ആവില്ല. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പ്രീമിയറിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്രീമിയർ എൻ്റെ അടുത്തില്ല. റീപ്പറിലേക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് നോക്കി, നല്ല റിസൾട്ടാണ്. ക്വാളിറ്റിക്കൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ എടുക്കുമ്പോൾ. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ സെറ്റ് പാത്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കൊടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ടാണ് സേവ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ എൻ്റെ യൂസർ, എൻ്റെ അക്കൗണ്ട്, ഡൗൺലോഡ്സ്, SoundQ എന്ന് പറഞ്ഞൊരു ഒരു ഫോൾഡർ അവിടെ ഉണ്ടെന്നാണ് ഓട്ടോമാറ്റിക്കലി പറയുന്നത്. സെറ്റ് പാത്ത് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് പാത്തിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്ത് കൊടുത്തിട്ട് നമ്മളെപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു കോപ്പി, നമ്മൾ ഈ എടുക്കുന്നതിൻ്റെ ഒരു കോപ്പി ആ ഒരു ഫോൾഡറിലേക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. ഹാർഡ് ഡിസ്കിൽ നല്ല സ്പേസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ പാത്തിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോൾഡർ ഓൺ ഡിസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് തന്നെ കീപ്പ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാൻ എളുപ്പമുണ്ട്. ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ എഫക്ട്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ പ്രിപ്പയറിംഗ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ലോഡാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൻ്റെ ഒരു ഫയലിൻ്റെ സിമ്പിൾ വരും. ഇത് കണ്ടോ, ഈ ഫയൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എവിടെ ഇടേണ്ടതെന്ന് വെച്ചാൽ ഏത് ടൈം ലൈനിലാണെന്ന് വെച്ചാൽ അങ്ങോട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറ്റി ക്ലിക്ക് ചെയ്താൽ മതി. ബ്രൗസ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ എല്ലാ ഇതിൽ നിന്നും നമുക്ക് സെർച്ച് ചെയ്യണം. എവിടെയെങ്കിലും നമുക്കൊരു കീവേഡിൽ ഫയൽ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലുള്ള എല്ലാത്തിൻ്റെയും കാണിക്കും. അതെല്ലാം നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് മതി. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കാണ്, നമുക്ക് ഉപയോഗിക്കാം. സൗണ്ട് എഫക്ട്സ്, പ്രോ സൗണ്ട് എഫക്ട്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനാണ്, നല്ലതാണ്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം ക്വാഡ് ട്രാക്കാണെന്ന് തോന്നുന്നു വരുന്നത്. 4 ഇതാണ് ചാനൽസാണ്. അപ്പോൾ അങ്ങനെ 5.1 ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ളത് എഫക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും.
ഓൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ കൊടുത്തിട്ട് പേര് കൊടുക്കാം. റെക്കോർഡഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതല്ല നമുക്ക് ഇവിടെ വരും. പിന്നെ ഇതിൻ്റെ ഐക്കണൊക്കെ മാറ്റാം. ഐക്കണോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ മാറ്റാം. ഇതിപ്പോൾ 1 2 3 അങ്ങനെ ഇത് വേണമെങ്കിൽ കൊടുക്കാം. കളറൊക്കെ കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് സെലക്ഷൻ കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി ഈ സൈഡിലേക്ക് തന്നെ. മൈ സൗണ്ട് കളക്ഷൻ എന്നുള്ളത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ഓൾ കൊടുത്തിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. വാട്ടർ എന്ന് കൊടുക്കുകയാണ്. വാട്ടറിൻ്റെ എല്ലാ സൗണ്ടും എൻ്റെ അടുത്തുള്ളതും എൻ്റെ ലോക്കൽ ഡ്രൈവിലുള്ളതും ക്ലൗഡിലുള്ളതും എല്ലാം കൂടെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡ് സിമ്പിൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഡ്രൈവ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. നമുക്കിവിടെ താഴെ എല്ലാത്ത കാണുന്നുണ്ട്. ഇത് പ്ലേ ചെയ്ത് നോക്കാം. അത് വാട്ടറിന്ന് എന്ത് ടാഗ് ഉണ്ടെങ്കിലും അതിനകത്ത് വരും കേട്ടോ. അപ്പോൾ വാട്ടർ വെള്ളത്തിൽ കൂടെ ഒരു ബോട്ട് ഓടിക്കുന്ന സൗണ്ടാണ്. വാട്ടർ നമ്മളിപ്പോൾ എന്താണ് ആ ഒരു ബോട്ട് വെള്ളത്തിൽ കൂടെ പോകണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് നോക്കിയെടുക്കാം. പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ശബ്ദം എന്നുള്ളത്. വാട്ടർ സോഫ്റ്റ്വെയർ ഹിറ്റിംഗ് പൈപ്പ് ഓക്കെ. നമുക്കങ്ങനെ ഓരോ സൗണ്ട് എടുത്തിട്ട് ഇഷ്ടമുള്ളത് നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് റിവേഴ്സിലും പ്ലേ ചെയ്ത് നോക്കാം എല്ലാ സൗണ്ടും. എവിടെ ക്ലിക്ക് ചെയ്യണോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ബാക്ക് വരുന്നതാണ്. പിന്നെ ഇത് ലൂപ്പിൽ നമുക്കിങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇൻപോയിൻ്റ് ഔട്ട് പോയിൻ്റ് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ലൂപ്പായിക്കൊണ്ടിരിക്കും. ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നേരത്തെ നമുക്ക് നോക്കിയിട്ടെടുക്കാൻ പറ്റും. പിന്നെ അതൊരു ബ്ലൂ ഫെയ്ഡുണ്ട്. അത് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ കളറിലുള്ള ഈ മാർക്കർ നമുക്ക് ഫെയ്ഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അത് നമുക്ക് ഫെയ്ഡ് നമുക്ക് പിന്നീട് സോഫ്റ്റ്വെയർ കൊണ്ടുപോയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് ആവശ്യമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ പൊക്കോളും. ഇത് വേവ് ഫോം സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമാണ്. പിന്നെ ഇപ്പോൾ ഞാനിത് SoundQൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തതാണ്. എനിക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ SoundQൻ്റെ ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. പിന്നെയുള്ള സൗണ്ട്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസൈനിങ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോ എലമെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇതെല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആണ്. ഇപ്പം നമുക്കിവിടെ കിട്ടുന്നതൊക്കെ ഇതിങ്ങനെ നമുക്ക് ഓരോ ഇൻഫർമേഷൻ ഓഫ് ചെയ്യാം. സൈഡിൽ നിന്നുള്ള ഓഫ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഏത് ലാംഗ്വേജിൽ നമ്മൾ കീവേഡ് കൊടുത്താലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സ് കാണിച്ചു തരും. അതായത് നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയണത്. അപ്പോൾ നമുക്കത് നോക്കാം. സ്വീഡിഷ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബട്ടൺ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ. ഇപ്പം വട്ടൻ എന്ന് പറയുന്നത് സ്വീഡിഷിൽ വാട്ടർ എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ. അപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. ജർമ്മനിൽ എന്താണെന്ന് നോക്കാം. വാസർ എന്നാണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാ വാട്ടറിൻ്റെ എല്ലാ ബന്ധപ്പെട്ടുള്ള എല്ലാ സൗണ്ട് എഫക്ട്സോടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്കാവുന്നുണ്ട്. ആ ഒരു ഫീച്ചർ വർക്കാവുന്നുണ്ട് കമ്പനി പറയണ പോലെ തന്നെ. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ്. അത് ഇപ്പോൾ ഏത് സ്ഥലത്തുള്ളവർക്കും പെട്ടെന്ന് നമുക്കിപ്പം മലയാളം വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ചില ലാംഗ്വേജിനെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ തന്നെ ലൈബ്രറീസ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫ്രീ വേർഷൻ ഒരു സോഫ്റ്റ്വെയറിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ADSR എന്ന് പറഞ്ഞൊരു സൗണ്ട് ലൈബ്രറി മാനേജറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇവിടെ കൊടുക്കാം, പോയി കണ്ടു നോക്കുക. അപ്പോൾ അത് മ്യൂസിക് പ്രൊഡക്ഷന് പറ്റിയൊരു സ്റ്റാൻഡ് ലോൺ ലൈബ്രറി മാനേജറാണ്. അതിൽ നമുക്ക് മ്യൂസിക് ബന്ധപ്പെട്ടുള്ള ടാഗും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.